നമ്മൾ കാത്തിരുന്നത് പോലെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ യുഡിഎഫ് വിജയിച്ചു. പക്ഷേ ഇപ്പോഴും സിഎമ്മിന്റെ കസേരയിൽ ആര് വരും എന്നതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. നിലവിൽ 3 പേരുകളാണ് സിഎം കാൻഡിഡേറ്റായി ഉള്ളത്. 1 വി.സി. വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 വി.ഡി. സതീശൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ വി.ഡി. സതീശനാണ് ആ കസേരക്ക് എന്തുകൊണ്ടും അർഹൻ. എന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കും മുമ്പ് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടുനോക്കാം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒരൊറ്റ ദൗത്യം മാത്രമാണ് കേരളത്തിലെ ജനം അതറിഞ്ഞ് വോട്ട് ചെയ്തതാണ്. സത്യമായിട്ടും കേരളത്തിലെ ജനം അതറിഞ്ഞ് തന്നെ വോട്ട് ചെയ്തതാണ്. കാരണം വി.ഡി. സതീശന്റെ ആശയങ്ങളും രാഷ്ട്രീയ നയങ്ങളും കേരളത്തിൽ നടപ്പാക്കണം. കേരളത്തിലെ ജനം വി.ഡി. സതീശനെ കണ്ട് വോട്ട് ചെയ്തതാണ്. കോൺഗ്രസിനോട് CPM-നോട് പടപൊരുതിയ വി.ഡി. സതീശന് കൊടുത്ത മാർക്കാണ് കേരളത്തിൽ കിട്ടിയ 102. കണ്ടില്ലേ, ആ ഒരു ജനക്കൂട്ടത്തിന്റെ മുഴുവൻ ആഗ്രഹവും വി.ഡി. സതീശൻ തന്നെ ചീഫ് മിനിസ്റ്ററിന്റെ കസേരയിൽ വരണമെന്നാണ്. വി.ഡി. സതീശന്റെ ആശയങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും ജനങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത്. പിന്നെ വി.ഡി. സതീശൻ തന്നെ ഈ സ്ഥാനത്ത് വരണമെന്ന് ഞാൻ പറയാൻ കാരണം 2021 വെറും 41 സീറ്റുകൾ മാത്രമേ യുഡിഎഫിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2026 എൽഡിഎഫിനെയും ബിജെപിയെയും കടത്തിവെട്ടി 102 സീറ്റോടെ വമ്പിച്ച ഭൂരിപക്ഷമാണ് യുഡിഎഫ് നേടിയത്. ഇതിന് വലിയൊരു നേതൃത്വവും പങ്കും വഹിച്ചത് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് പൊതുജനങ്ങളുടെയും പാർട്ടിയുടെയും വലിയൊരു പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ സിഎം എന്ന സ്ഥാനം വി.ഡി. സതീശന് തന്നെ ലഭിക്കണം. വി.ഡി. സതീശൻ ഒരു നിലപാട് വെച്ചിരുന്നു, സിഎം കസേര ഇല്ലെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന്. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊരു അഹങ്കാരം നിറഞ്ഞ വാക്കുകളാണ് അതെന്ന്. പക്ഷേ അതൊരു അഹങ്കാരം നിറഞ്ഞ വാക്കുകളായി എനിക്കൊട്ടും തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒഴുക്കിയ വേർപ്പിനും കഷ്ടപ്പാടിനുമുള്ള ഫലമാണ് സിഎം കസേര എന്ന രൂപത്തിൽ ചോദിക്കുന്നത്. എന്തായാലും ഞായറാഴ്ചത്തെ KPCC യോഗത്തിൽ സിഎം സ്ഥാനത്ത് ആര് വരുമെന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അതിനായി കാത്തിരിക്കുകയാണ് ഞാനും. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ സിഎം സ്ഥാനത്ത് ആര് വരണമെന്നാണ് ആഗ്രഹമെന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.